നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് EICHERന്റെ ഏറ്റവും പുതിയ പ്രോ 3019 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ശരിക്കും ഒരു ലോജിസ്റ്റിക്സിന് ഉപയോഗിക്കുന്ന ഒരു 32 അടി കണ്ടെയ്നർ വണ്ടിയാണ്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ എക്സ്പോ ലോജിസ്റ്റിക്സിൻ്റെ വണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചധികം പ്രത്യേകതകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വശത്തു നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും നമ്മൾ നേരത്തെ ഒരു പിങ്ക് ബ്യൂട്ടി ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേ മോഡലിൽ നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഇതും. ശരിക്കും ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് EICHERന്റെ 3000 സീരീസിലാണ്. നമുക്ക് EICHERന്റെ ചെറിയ വണ്ടികൾ തുടങ്ങി 2000, 3000, 6000, 8000 അങ്ങനെ 4 സീരീസിലാണ് ശരിക്കും ഈ ഒരു വണ്ടികൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് പ്രോ 3019 എന്ന് പറയും. അതായത് പ്രോ കാറ്റഗറിയിൽ 3000 സീരീസിൽ വരുന്ന 19 എന്ന് പറയുന്നത് 18.5 GVW. അങ്ങനെയാണ് ഈ ഒരു പ്രോ 3019 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാബിൻ ചെയ്തിരിക്കുന്ന പെരുമാൾ ബോഡിയിലാണ് ഈ ഒരു ഫ്രണ്ട് ക്യാബിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു പാറ്റേൺ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന അജയ് ഏറ്റുമാനൂരാണ് ഇത് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ബദ്രി ടീമാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏതായാലും വണ്ടിയുടെ കുറച്ചധികം കാര്യങ്ങളിലേക്ക് അടക്കാം. ഇപ്പം നമ്മൾ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം വളരെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാനാണ് ഇങ്ങനത്തെ വണ്ടികൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർ, ഇലക്ട്രോണിക്സ് ഗുഡ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇപ്പം ഈ ഒരു വണ്ടി എക്സ്പോ ലോജിസ്റ്റിക്സ് ആക്ച്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന് വേണ്ടിയുള്ള പാൻ ഇന്ത്യയിൽ അവരാണ് എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഗുഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ വെയിറ്റ് കുറഞ്ഞത് വളരെയധികം കയറ്റിക്കൊണ്ട് പോകേണ്ട സമയത്താണ് നമ്മൾ ഇത്തരം വലിയൊരു വണ്ടികളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവർക്കുള്ള വണ്ടികളെല്ലാം കൂടുതലും ഇങ്ങനത്തെ തന്നെയാണ്. നമ്മൾ പഴയ വണ്ടിയിൽ നിന്നല്ല പുതിയ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചധികം മാറ്റങ്ങൾ ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ തന്നെയാണ്. അതെല്ലാം നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഏതായാലും നമുക്കിനി ഫ്രണ്ട് വശത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആക്ച്വലി 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ EICHERന്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ EICHERന്റെ ആ ഒരു പെഗാസസ് ലുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പെയിൻറ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് അത് മറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് തന്നെ നമ്മുടെ ഒരു റേഡിയേറ്ററും ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് വളരെയധികം നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ കാണൽ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഏതായാലും നമുക്കിനിയും വണ്ടിയുടെ ഒരു സൈഡ് വശത്തേക്ക് വരാം. നമുക്കിനി പ്രധാനമായിട്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കിനിയും പറഞ്ഞു പോകാം. ശരിക്കും നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ടയർ വന്നിരിക്കുന്ന 295 90/20 റേഡിയൽ ടയർസാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നിന്ന് സീറ്റിൻ്റെ ടയർസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് വശത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഈറ്റ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഈറ്റ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം ഒരു സിഗാർ ടൈപ്പ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലെവലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ വണ്ടി വരുമ്പോഴത്തേന് ഈ ഒരു സൈഡിലായിട്ട് ബോക്സ് ടൈപ്പ് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഈ ഒരു രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പം ഈ നമുക്കിപ്പോൾ ആഡ് ബ്ലൂവിൻ്റെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഏകദേശം 100 ലിറ്റർ കത്തുന്ന സമയത്ത് ഏകദേശം 4 to 5 ലിറ്റർ വരെയും ആഡ് ബ്ലൂ ഇതിനകത്ത് കത്താറുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കിലത്തെ ടയർ കൊടുത്തിരിക്കുന്നത് സെയിം 295 90/20 റേഡിയൽ ടയർസാണ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ടയർസ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇത്രയും വലിയൊരു ക്യാബിനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബാക്കിലത്തെ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു കണ്ടെയ്നറിലെ സ്പേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം 32 അടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 32 അടി നീളവും അതുപോലെ തന്നെ 8 അടി വീതിയും 8 അടി പൊക്കവും എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ ഈ ഒരു കണ്ടെയ്നേഴ്സ് എല്ലാം ചെയ്യുന്നതാണ് ARI പ്രകാരം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ടാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം.
അതുപോലെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കിടില സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു ആമസോണിന് വേണ്ടിയാണല്ലോ ഓടുന്നത്. അപ്പോൾ ഇത് സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഫുള്ള് ലോഡ് കയറ്റിയതിന് ശേഷം ഇത് ലോക്ക് ചെയ്താണ് ശരിക്കും ഇത് ഇടുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഇത് ഓപ്പൺ ചെയ്താൽ ആ സെക്കൻഡ് അവർക്കത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഇതുപോലത്തെ പല ടൈപ്പ് ഓഫ് വണ്ടികളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ ഗുഡ്സ് കൊണ്ടുപോകുന്ന കാര്യമുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSN ഓട്ടോമൊബൈൽസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ക്രോസ് ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഇവിടെ ചവിട്ടുപടി പോലെ ചെറിയൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വരാം. ഈ ഒരു സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾ ലോങ് പോകുന്ന വണ്ടികളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനെ ലോങ് ലോജിസ്റ്റിക്സ് ഓടുന്ന വണ്ടികൾക്ക് 425 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ടാങ്കാണ് ഈ ഒരു വണ്ടിക്ക് അത് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ലോങ് വണ്ടികളാവുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓടി എത്തേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ നടക്കത്തുള്ളൂ. ഇനിയും അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ്ബ്ലൂൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ആഡ്ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം 27 ലിറ്ററാണ് ആഡ്ബ്ലൂൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞിരുന്നു 4 to 5 ആണ്. 100 ലിറ്റർ ഡീസൽ എത്തുമ്പോൾ ഏകദേശം 4 to 5 ലിറ്റർ ആഡ്ബ്ലൂ ആണ് കത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വണ്ടിയെ ചുറ്റി ഇങ്ങനെ പറയാനുള്ളത്. ഇനി ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ഡയമെൻഷൻസ് ഒക്കെ എത്രയാണെന്ന് കാണാം. ഈ വണ്ടിയുടെ നീളം വന്നിരിക്കുന്നത് 32 അടിയും അതുപോലെ ഉയരം വന്നിരിക്കുന്ന 8 അടിയും വീതി വന്നിരിക്കുന്നത് 6 അടിയും ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് 22 അടിയുമാണ്. അപ്പോൾ ഏതായാലും നമുക്കിനിയും ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല ഗുമ്മായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പെരുമാളാണ്. പെരുമാൾ ബോഡിയുടെ വീഡിയോ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നോർമൽ രീതിക്കാണ്. ഒരു സെൻറ്ററിൽ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ ഈ ക്യാബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ EICHERൻ്റെ തന്നെ 2019 അതുപോലെ തന്നെ 2 വണ്ടികൾ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിനകത്തെയൊക്കെ ഏകദേശം സെയിം പാറ്റേൺ ആണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയാം. ഈ ഒരു EICHERൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത് EICHERൻ്റെ തന്നെ E494 കാറ്റഗറിയിൽ വരുന്ന 3.8 ലിറ്റർ 4 സിലിണ്ടർ 4 വാൽവ് CRS എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഏകദേശം 180 HP ആണ്. ഈ ഒരു വണ്ടിയുടെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 25%. നേരത്തെ വന്ന വണ്ടികൾ നിങ്ങൾക്കറിയാം ഒരു 6+1 ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഇതിനകത്ത് 7+1 ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും എന്നുള്ളതിനാണ്. ഇപ്പം നമ്മൾ 7th ഗിയറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് വളരെ ലോ RPM തന്നെ നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് അച്ചീവ് ചെയ്യുന്നത് 1200 RPM സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലോ ആൻഡ് ടോർക്ക് അത്രയും ആദ്യം വരുന്നില്ല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 7th ഗിയറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഏറ്റവും മൈലേജ്, അതായത് ഏറ്റവും ഫ്യൂൽ എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുള്ളൂ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിനി ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീജനറേഷൻ്റെ ഒരു സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റർ പവർ മോഡ്, നമ്മുടെ എക്കോ മോഡ്, അതിൻ്റെ കാര്യങ്ങൾ എക്കോ പ്ലസ് എക്കോ മോഡ് പവർ മോഡ് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഒരു ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്വിച്ചിലാണ് നമ്മുടെ ആ ഒരു എഞ്ചിൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ EICHERൻ്റെ ആ ഒരു സ്റ്റിയറിംഗ്, നോർമൽ ആ ഒരു വന്ന സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മുടെ വണ്ടി ഒന്ന് നമുക്ക് ഓടിച്ചേച്ച് വരാം. 4 സിലിണ്ടർ എഞ്ചിനാണ്, വളരെ സ്മൂത്താണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും വളരെ സ്മൂത്തായിട്ടാണ് നിൽക്കുന്നത്.
32 അടി നീളം വണ്ടി എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 14 വീലിൻ്റെ ഏകദേശം ഒരു നീളമാണ്, 14-16 വീലിൻ്റെ നീളമാണ് ഈ ഒരു 6 വീലിന് വന്നിരിക്കുന്നത്. അപ്പം നല്ല ലാത്തലാണ് വണ്ടി. ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ലോഡൂടെ കയറുമ്പോഴത്തേന് നല്ല ഹെവിയാണ്. പിന്നെ ഇത്രയും പൊക്കം ഉണ്ടല്ലോ വണ്ടിക്ക്, മേളിലോട്ട് ഉയരം എന്ന് പറയുമ്പോഴത്തേന് നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി വേണം. കണ്ടെയ്നർ ഓടിക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളങ്ങനെ നോക്കി വേണം ശരിക്കും പറഞ്ഞാൽ ഓടിക്കാൻ. ഏഷ്യറിൻ്റെ ഈ ഒരു 30-19 കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാറ്റ് ടോർക്ക് തന്നെയാണ്. 1200 to 1800 RPM 600 Nm ടോർക്കാണ് കിട്ടുന്നത്. ഈ ഒരു വൈഡ് റേഞ്ച് RPM ഇത്രയും ടോർക്ക് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു 7ാമത്തെ ഗിയറിലേക്ക് എത്തുമ്പം ഏറ്റവും മാക്സിമം നല്ല രീതിയിലുള്ളൊരു മൈലേജ് ഈ ഒരു വണ്ടിക്കകത്ത് ലഭിക്കുന്നതാണ്. ഏഷ്യറിൻ്റെ മറ്റു വണ്ടി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ബൂസ്റ്റർ പ്ലസ് ടെക്നോളജി ഈ ഒരു വണ്ടിക്കകത്ത് ഒരു മികച്ച ടെക്നോളജി തന്നെയാണ്. എക്കോ മോഡ്, എക്കോ പ്ലസ് മോഡ്, പവർ മോഡ് എന്നിങ്ങനെ 3 മോഡുകളിലായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നോളജി വണ്ടിക്ക് ഏറ്റവും മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി കൊടുത്തുകൊണ്ട് നമുക്ക് ലോങ് പോകുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ പവറിനെ ഈ ഒരു രീതിക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫീച്ചറായ ഫ്യൂവൽ കോച്ചിങ് നമുക്ക് റിയൽ ടൈമായിട്ട് നമ്മുടെ ഡ്രൈവറുടെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫ്യൂൽ എക്കോണമി ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വളരെ വൃത്തിയായിട്ട് രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനത്തൊക്കെ ഒരു ഫ്യൂവൽ കോച്ചിങ്ങും ഈ ഒരു വണ്ടിക്കകത്ത് നൽകുന്നുണ്ട്. ഓണറിന് ഒരു റിയൽ ടൈം മോണിറ്ററിങ് അവരുടെ വണ്ടികൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു മികച്ച ഫീച്ചറാണ് നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം. ഈറ്റ്സിൻ്റെ യൂണിറ്റിനെ കുറിച്ചും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറുകളുള്ളതാണ്. ഏകദേശം 56 ലക്ഷം കിലോമീറ്ററോളം ഓടി എഫിഷ്യൻസി തെളിയിച്ച ഒരു ഈറ്റ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. വനേഡിയം ബേസ്ഡ് SCR ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹൈ റിലയബിലിറ്റിയും അതുപോലെ തന്നെ ലോ മെയിൻ്റെനൻസ് ഉള്ളൊരു ഈറ്റ്സിൻ്റെ യൂണിറ്റാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് കിട്ടുന്ന മികച്ച ഫ്യൂൽ എഫിഷ്യൻസി പോലെ തന്നെ ഈ ഒരു മികച്ച ആഡ്ബ്ലൂ കൺസപ്ഷനും ഉറപ്പുവരുത്താൻ ഏഷ്യർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു വണ്ടിയിൽ നിന്ന് വ്യക്തമാണ്. ഒരു മികച്ച ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോൾട്ടുകൾ വരുന്ന സമയത്ത് തന്നെ ഏറ്റവും മികച്ച രീതിക്ക് സിഗ്നൽസായും മെസ്സേജസായും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കൂടാതെ എഞ്ചിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം, എഞ്ചിൻ ഓവർറൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു മികച്ച എക്സോസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെയും ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഏഷ്യറിനെ സംബന്ധിച്ചോളം മറ്റൊരു മികച്ച കാര്യം കൊടുത്തിരിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. പല സെഗ്മെൻറ്റിലും വാക്കുകളിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ മൈലേജിനെ കാണിച്ച വണ്ടികൾ ഏഷ്യറിന് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുപോലൊരു വണ്ടി തന്നെ ആകാം ഇതും നമുക്ക് പ്രതീക്ഷിക്കുന്നു. കാര്യം ഈ ഒരു ഗിയർ ബോക്സിൽ തന്നെ ഏറ്റവും മികച്ച മൈലേജാണ് ഏഷ്യർ അവർ കസ്റ്റമേഴ്സിന് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 2 മോഡലുകളിലും ഈ ഒരു വണ്ടികൾ അവൈലബിൾ ആണ്. നമ്മുടെ ക്യാബിൻ മോഡലും അതുപോലെ തന്നെ ഷാസി ആയിട്ട് നമുക്കിതിനെ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം സസ്പെൻഷനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് 2-3 മോഡലുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ പരാബോളിക് സസ്പെൻഷൻ വിത്ത് ആൻറ്റി റോൾ ബാർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഇപ്പം നമുക്ക് കോർണറുകളിലും അതുപോലെ തന്നെ നല്ല ടേണുകളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല സ്റ്റെബിലിറ്റിയോടുകൂടി ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ മറ്റു മോഡലുകളിലും ഈ മോഡലുകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ ലോങ് പോകുന്ന വണ്ടികൾക്കും ഒരു മികച്ച പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. 4 ഇയർ വാറൻറ്റിയാണ് ഈ ഒരു കമ്പനി ഈ ഒരു വണ്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏഷ്യറിൻ്റെ ഏറ്റവും പുതിയ 1319 എന്ന് പറഞ്ഞ ഈ ഒരു കൗൾ ചേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ. ശരിക്കും ഈ ഒരു വണ്ടി നമ്മുടെ കൗൾ ചേസിലും ക്യാബിൻ ചേസിലും അവൈലബിൾ ആണ്. 18 അടി മുതൽ ഏകദേശം 32 അടി വരെയാണ് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 29.5 ലക്ഷം മുതൽ ഏകദേശം 31 ലക്ഷം വരെ ഈ ഒരു വണ്ടിയുടെ ഒരു വില വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയോട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ PSN ഓട്ടോമൊബൈൽസിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടു, സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ലോഗ്.